ഫേക്ക് ആണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാനൊരു ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം ചേട്ടാ, നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ വരുന്നാല് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോവോ കായികപരമായിട്ട് പോവോ? നിയമപരമായിട്ടോ കായികപരമായിട്ടോ ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കണോ? വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ചോദ്യം ചേട്ടൻ എന്ത് സംഭവിക്കും? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചത്, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. നീ എന്തിനാ എന്നെ വെറുതെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. വിനീതേട്ടനായിരുന്നു കൂട്ടുകാരന് വേണ്ടിട്ട് വന്നത്. ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതേട്ട ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യും? അതിന് ഞാൻ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്ക. ഈ തള്ള എന്താണ് പറയുന്നത്? നമ്മള് ഇത് സംഭവം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്ന പോലെയുള്ള എന്ത് ചോദ്യമൊക്കെ അങ്ങനെയല്ലല്ലോ. നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഇതെന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ, എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോല്ലേ നിനക്കാണുള്ള എല്ലാത്തരെയും കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.